അള്ളാന്റെ റസൂല് ഭാര്യയോട് വിട പറഞ്ഞ് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിക്കുള്ളിൽ വന്നിട്ട് കാലിൽ നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചടപ്പെടാ. ഹിജ്റ പോയപ്പോഴല്ല, മക്കബത്തകിന്റെ കാലഘട്ടത്തിലല്ല, മക്ക തന്റെ കാൽച്ചുവട്ടിൽ വന്നതല്ല. എപ്പോഴെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് എടുക്കുമ്പോ, അള്ളാന്റെ മുമ്പിലേക്ക് പോകേണ്ട സമയമാകുമ്പോ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അള്ളാനോട് അടിമയാകണമെന്ന് ആവശ്യപ്പെട്ട് അടിമയായിട്ട് മനോഭാവമില്ലാതെ യഥാർത്ഥ അടിമയാകാതെ എങ്ങനെയാ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കുക എന്നോർത്തിട്ട് രാത്രി ഉറക്കമില്ലാതെ കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചു പോയി. മൗലായ സല്ലി വസൽ പാടി നമ്മൾ സുന്നികളാണ് വലിയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വഅഥബതൽ വജുദു തയ്യബരതിൻ വലനാ മിഥ്ലൽ ബഹാരി യരാ ഖതൈക വല്ലനമീ. സമയത്തിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാ. എങ്ങനെയാ എന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊടുകിയിടുന്നറിയോ? കടലിലെ തിരമാല പോലെ എന്റെ കവിളിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുക. എപ്പോഴെന്നറിയോ? സിറാത്തിനെ ഓർമ്മ വന്നപ്പോ, ഓർമ്മ വന്നപ്പോ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓർമ്മ വന്നപ്പോ, കബറിൽ കിടക്കേണ്ട അവസ്ഥ ഓർമ്മ വന്നപ്പോ, നാളത്തെ ജീവിതത്തിന്റെ ആകസ്മികത ഓർമ്മ വന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ കവിൽ തടത്തിലൂടെ കണ്ണുനീരിന്റെ ചാലിട്ടൊരുകി. نعم سراتيف من أهوى فأركني والحب يعترف اللذات بالعالمين. مولاي سل وسلم കണ്ണുനീരൊടുക്കി അള്ളാന്റെ റസൂല് കാല് നീര് വെക്കുന്നത് വരെ റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ചു. നമ്മൾ പറയാറുണ്ട് എപ്പോഴാ ആ സന്ദർഭമേടാ? അള്ളാന്റെ റസൂല് വിട പറയാൻ സമയമായി. അള്ളാഹുവേ, നീ എന്നോട് അടിമയാകണമെന്ന് ചോദിച്ചപ്പോ അടിമയാകണമെന്ന് പറഞ്ഞവനാണ് ഞാൻ. അള്ളാഹുവേ, എനിക്ക് നാളെ ഒരു അടിമയായി, അടിമകൾക്കാണ് നാളെ ഉടമയുടെ സമ്മാനം കിട്ടുക. അള്ളാഹു സമ്മാനം വാങ്ങിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രണ്ട് അടിമകളുടെ കഥ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ സ്തുതിച്ച അടിമ എന്ത് അടിമയാകണം? അള്ളാഹു സുബ്ഹാനഹു വ തആല 3 അടിമകളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാനൊരു അടിമയെന്ന് പരിചയപ്പെടും. ഖുർആൻ പറഞ്ഞ അടിമയാണ്. ഒരു ആയത്തിറങ്ങിയത് ആ അടിമയെ കുറിച്ച് പറയാനാണ്. സൂറത്തുൻ നഹൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി തരട്ടെ. ضرب الله مثلا عبدا مملوكا لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير ومن يأمر بالعدل وهو على صراط مستقيم. അല്ലാഹു പറയുകയാണ്, ഒരടിമയെ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. പടച്ചറപ്പിന്റെ ഖുർആനാണ്, സൂറത്തുൻ നഹ്ലാണ്. അല്ലാഹു പറയുന്നത് നമ്മളെ കുറിച്ചാണ്. ചെറുപ്പക്കാരാ, ഒരടിമയെ പടച്ചറപ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. അവൻ ആരെന്നറിയോ?
വഹുവ കല്ലുന് അലാ മൗലാ, അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി, അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി, ഉടമയ്ക്ക് ഭാരമായ അടിമ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അള്ള പറയുകയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ്. പക്ഷേ വഹുവ കല്ലുന് അലാ മൗലാ, അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി. അവൻ ഉടമയ്ക്ക് ഭാരമാകാനുള്ള കാരണം എന്താ? അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല. എവിടേക്ക് തിരിഞ്ഞാലും, ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലോട്ട് പോയാലും അവൻ തിന്മ മാത്രമല്ലാതെ ചെയ്യില്ല. അവൻ കുടുംബത്തിനും ഭാരമാ, അവൻ നാടിനും ഭാരമാ, അവൻ വീടിനും ഭാരമാ, അവൻ സമൂഹത്തിന് ശാപമാ. അവനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു അടിമയാകല്ലേ, ഉടമയ്ക്ക് ഭാരമായ അടിമയാകല്ലേ. ഏത് അടിമയാണ് ഉടമയ്ക്ക് ഭാരമായി മാറുക? ആ സമയത്തല്ലേ ദുബൈയിൽ ധാരാളം ഡോളറുകളും ദിർഹമുകളും വാങ്ങിച്ചവരില്ലേ? ഒരു എക്കോണമിക് ക്രൈസിസ് വന്നപ്പോ, ഒരു സാമ്പത്തിക മാന്ദ്യത വന്നപ്പോ, കുറെ തൊഴിലാളികൾ കമ്പനികൾക്ക് ഭാരമായപ്പോ ആ സമയത്ത് കമ്പനി പിരിച്ചുവിട്ടില്ലേ? ഇനി കമ്പനിക്ക് നിങ്ങൾ ഭാരമാണ്, നിങ്ങളെ തീറ്റിപ്പെട്ടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, കൊടുത്തിട്ട് പിരിച്ചുവിട്ടില്ലേ? അല്ല പറയുകയാണ് ഈ അടിമകൾ എനിക്ക് ഭാരമായി മാറിയ, പടച്ചറപ്പിന് നമ്മളെ ഭാരമായി മാറിയ, പങ്ക് വിളിച്ചാൽ നിസ്കരിക്കുകയില്ല, റമദാനിന് നോമ്പ് പിടിക്കുകയില്ല, സാമ്പത്തികം കിട്ടിയാൽ സദഖ ചെയ്യുകയില്ല. എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. പടച്ചറപ്പ് കുറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ ആരെങ്കിലും ഉടമയ്ക്ക് ഭാരമാകുന്ന അടിമയായി മാറിയാൽ അവനെ പിന്നീട് ഉടമ ചെയ്യുന്നിടണ്ട, അവനെ അല്ലാഹു ഡിസ്മിസ് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉടമയ്ക്ക് ഭാരമായ അടിമകളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദില്ലതി ലം യഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فكثروا فيها الفساد. സമൂഹ ഗോത്രത്തെ കണ്ടോ? അവനും എന്റെ അടിമയാ. ആദ് ഗോത്രത്തെ കണ്ടോ? അവനും എന്റെ അടിമയാ. ഫറോവയെ കണ്ടോ? അവനും എന്റെ അടിമയാ. പക്ഷേ ഈ ഭൂമിയിലെ ഒരു കുഴമ്പത്തിന്, ഇവിടത്തെ കുഴപ്പത്തിന് അവരുടെ പണം വിനിയോഗിച്ചപ്പോ അള്ള കൊടുത്ത പണമല്ലേ അത്. ചെമ്മണ്ണൂരിനാണെങ്കിലും ആലുക്കാണെങ്കിലും ലുലുവിനാണെങ്കിലും പണം കൊടുക്കുന്നതാരാ? പണം കൊടുക്കുന്നതാരാ? വലില്ലാഹി ആകാശ ഭൂമികളുടെ ഖജനാവില്ല താക്കോല് പടച്ചറപ്പിന്റെ കയ്യിലാ. ആർക്കാണോ പണം കൊടുത്തത് ഓ പണം അവൻ ഫസാദിന് വേണ്ടി വിനിയോഗിച്ച, സ്വർണത്തിന്റെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കണ്ണൂരില് ഫുട്ബോളിന്റെ ദൈവം ഡീഗോ മറഡോണ 24 മിനിറ്റ് സ്റ്റേജിൽ നിന്നപ്പോ 6 കോടി രൂപയാ ചെലവാക്കപ്പെട്ടതെങ്കിൽ ഡീഗോ മറഡോണ എന്ന ഫുട്ബോളിന്റെ ദൈവം അവൻ ആകാശത്തിന്റെ ദൈവമല്ല, ഭൂമിയുടെ ദൈവമല്ല. ഫുട്ബോളിന്റെ ദൈവം 24 മിനിറ്റ് നിന്നപ്പോ 6 കോടി രൂപയാ ചെലവഴിക്കപ്പെട്ടതെങ്കിൽ അള്ള പറയുന്നു എന്തേ സമൂദിനെ നിങ്ങൾ കണ്ടില്ല? കല്ലുനല മൗല, ഉടമയ്ക്ക് ഭാരമായി മാറും. ഉടമയ്ക്ക് ഭാരമായി മാറിയാൽ എന്താ മനുഷ്യന്മാരെ പേടിച്ചു പോയാ? എന്താ പേടിക്കണമല്ലോ? ഉടമയ്ക്ക് ഭാരമായി ഉടമ എന്ത് ചെയ്യും? സൗദി അറേബ്യക്ക് ഭാരമായി അവരാരായി? ഒരു നിമിഷം കൊണ്ട് സഹോദരങ്ങളൊന്ന് ആലോചിക്കുക, എന്താ പണം? ഒരു നിമിഷം കൊണ്ട് പണിതിരിക്കുന്ന വീടിന്റെ പണി നിന്നില്ല. ഒരു നിമിഷം കൊണ്ട് നിത്താഖത്ത് എന്ന് പറയുന്ന 4 അക്ഷരം സാമ്പത്തിക വ്യവസ്ഥയുടെ മേൽ മറ്റൊരു തിരിച്ചടിയായില്ലേ? എന്താ ഇവിടെ ഉള്ളത്? കെട്ടിപ്പൊക്കിയ കോട്ടകൾ ഇവിടെ, പണിത് വെച്ച സ്വപ്നങ്ങൾ ഇവിടെ,
എല്ലാം തകർന്ന തരിപ്പണമായി. അവസാനം പിന്നീട് വീടുകളിൽ കൂട്ട നിലവിളിയായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വാതിന് വരുന്നത് ഇപ്പോഴാണ്. 3 മാസം പെണ്ണുങ്ങൾ വാതിന് വന്നായിട്ട് വരും. കാരണം മാപ്പിളമാട് മുഴുവൻ ഗൾഫിലാ, സൗദിയിലാ. മുഴുവൻ വരുന്ന പേപ്പർ ഉസ്താദെ ദുആ ചെയ്യണം. എന്തിന് 3 മാസത്തേക്ക് അബ്ദുള്ള രാജാവ് അല്പം മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾ കൂടുതലാ. കാരണം ഇനി വാതിന്റെ സദസ്സിലെ ദുആ കൊണ്ടല്ലാതെ ചെയ്യില്ലെന്ന് നന്നായിട്ടറിയാം. നിസീര് പോയി, അപ്പോളയിൽ പോയി. ഇനി മുയിലിയാരുടെ ഊത്തല്ലാതെ പറ്റൂലെന്ന് എന്ത് ചെയ്യാം? അപ്പൊ പിന്നെ പള്ളിക്കാട്ടിൽ വന്നേ പറ്റൂ. കാരണം മിക്ക ഖത്തീബന്മാരുടെ റൂം ഖബർസ്ഥാന് നേരെ എതിരെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു ചോദിക്കുന്നു, സമൂദിനെ നിങ്ങൾക്കറിയില്ലേ? ആരാ സമൂദ് ഗോത്രം? ഇനി 2 അടിമകളെ കൂടെ അള്ള പറയുന്നുണ്ട്. വിഷയം അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകും. അവസാനിപ്പിച്ചിട്ട് ഇതൊരായത്ത്. ഉടമയ്ക്ക് ഭാരമായി. ആ ഉടമയ്ക്ക് ഭാരമായ അടിമകളാണ് ആദ്, സമൂദ്, ഇറം, ഫിർഔൻ, ഹാമാൻ, കാറൂൻ, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്. وثمود الذين جابوا الصخر بالواد. സമൂദിനെ നിനക്കറിയില്ലേ? അവര് പാറക്കെട്ടുകൾ കൈവിരലുകൾ കൊണ്ടാണ് തുരന്നിട്ട് വീടുണ്ടാക്കിയത്. എത്രയോ നാളുകൊണ്ട് നമ്മൾ കേൾക്കണ ചരിത്രമാ. സമൂദ് ഗോത്രമാരാ. അവര് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിന്റെ അകത്ത് JCBയുടെ പല്ലിലെ JCBന്റെ പല്ല്. JCB ഞാൻ പറഞ്ഞ എന്തോ എനിക്ക് JCB പോണ കാണുമ്പോ എനിക്ക് തോന്നുന്ന വലിയ ബ്രാക്കറ്റ് ഫ്രണ്ടില് മറ്റേ കൈയുണ്ടല്ലേ അത്. ഈ JCB റോഡിൽ കൂടെ പോണ കാണുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ ഏതോ ഒരു തക്കവയുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചു. കാരണം രൂപം കണ്ടിട്ട് ഇങ്ങനെ ആമീനും പിടിച്ചോണ്ടാ പോണത്. ആ ഫ്രണ്ട് ബക്കറ്റ് ഇങ്ങനെ പൊന്തിട്ട് എപ്പോഴും ഒരു ആമയും പിടിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക പോകുക. എന്തേ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോ അയാളുടെ വിശ്വാസം എന്താണോ അത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തെ പ്രതിഫലിക്കും. ഇല്ലേ?